നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ വിവാദം. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജൻ. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ ഒത്തുതീർപ്പ്. BJP പിന്തുണയോടെ ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് രാജിവെക്കും. തെറ്റ് തിരുത്തി വരുന്നവരെ പാർട്ടി സ്വീകരിക്കുമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജൻ. തൃശൂരിനെ സമഗ്ര വികസിത ജില്ലയായി രൂപപ്പെടുത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്. മുൻ ഭരണസമിതി ആസൂത്രണം ചെയ്ത പദ്ധതികൾ 2 മാസം കൊണ്ട് പ്രാവർത്തികമാക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഭിന്നശേഷി സൗഹൃദ ജില്ലയായി തൃശൂരിനെ മാറ്റുമെന്ന് വൈസ് പ്രസിഡന്റ് DK സുധീഷ്. ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് മർദ്ദനം. വട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. 16ാമത് രാജ്യാന്തര നാടകോത്സവത്തിന് ഈ മാസം 25-ന് തൃശൂരിൽ തുടക്കമാകും. 8 ദിവസങ്ങളിലായി 23 നാടകങ്ങൾ അരങ്ങേറും. വാർത്തകളിലേക്ക് വിശദമായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബ്ലോക്ക് ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയദീപ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ ഷാഹിദ റഹ്മാൻ, NR സതീശൻ, കൗൺസിലർ PN വൈശാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PI ഷാനവാസ്, O ശ്രീകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജൻ. CPMന്റെ MPമാർക്കും MLAമാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തണം. CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവിന്റെ ശബ്ദരേഖ പ്രധാന തെളിവാണ്. ജാഫർ നിഷേധിച്ച കാര്യം നിയമത്തിന്റെ പരിധിയിൽ തെളിയിക്കാനാകും. വല്ലച്ചിറയിലും വടക്കാഞ്ചേരിയിലും മറ്റത്തൂരും LDF ചെയ്തത് ജനം കണ്ടുകഴിഞ്ഞു. BJP വോട്ട് അസാധുവായതിനെ തുടർന്ന് ഭരണം പിടിച്ച വല്ലച്ചിറയെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി മിണ്ടുന്നില്ലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ജാഫറിൻ്റെ വോയിസ് അദ്ദേഹം അതല്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിൻ്റെ ഓഡിയോനെ കുറിച്ച് എന്താ പറയാത്തെ? അത് ജാഫറിനെ നിഷേധിച്ചിട്ടുണ്ടോ? ബാബു നിഷേധിച്ചിട്ടുണ്ടോ? CPM നേതാക്കന്മാർ നിഷേധിച്ചിട്ടുണ്ടോ? അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത്? ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തെറ്റുപറ്റിയാൽ പറ്റിയെന്ന് ഞങ്ങളുടെ അംഗങ്ങൾക്ക് പറ്റിയെന്ന് പറയുകയും അതിന് തക്കതായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. ഇതിവിടെ അങ്ങനെ ഉണ്ടായോ? മറ്റത്തൂരിൽ ഒരു മെമ്പറെ ചാക്കിട്ട് പിടിക്കുന്നു. വല്ലച്ചിറയിൽ BJPയുടെ വോട്ട് അസാധുവാകുന്നു. അവിടെ ആ സ്ഥാനം കിട്ടിയ പ്രസിഡന്റ് സ്ഥാനം രമാപ്രകാശിനെ രാജിവെപ്പിച്ചില്ല. ഇവിടെ ലീഗ് സ്വതന്ത്രൻ അവിടെ മാറ്റി വോട്ട് ചെയ്യുന്നു. ഇത്തരം ഒരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ല? അപ്പം അതുകൊണ്ട് പൊതുജന മധ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടന്നത് എന്ന് സ്പഷ്ടമാണ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് തമാശയായി പറഞ്ഞതാണെന്ന EU ജാഫറിന്റെ വാദം തള്ളി കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AM മുസ്തഫ. കൂറുമാറി CPMന് വോട്ട് ചെയ്തതോടെ തന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലായി. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുന്നതും പിന്നീട് മെമ്പർ സ്ഥാനം രാജിവെച്ചതും കോഴ വാങ്ങിയതിന് തെളിവാണെന്നും മുസ്തഫ പറഞ്ഞു. ജാഫർ കളവ് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. ധാർമ്മികതയുണ്ടെങ്കിൽ കോഴ നൽകി നേടിയ പ്രസിഡന്റ് സ്ഥാനം CPM രാജിവെക്കണമെന്നും AM മുസ്തഫ ആവശ്യപ്പെട്ടു. ഇവന് അബദ്ധം പറ്റി, കയ്യബദ്ധം പറ്റി എന്നൊക്കെ പറയുമ്പോൾ അന്ന് അവിടെ വെച്ച് പറയണ്ടേ? അന്ന് വോട്ട് കഴിഞ്ഞിട്ട് CPMന്റെ ബ്ലോക്ക് മെമ്പർക്ക് കൈ കൊടുത്ത് ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡന്റിനോടുമായി ചിരിച്ച് സംസാരിച്ച് ആ വീഡിയോ കാണാം. അങ്ങനത്തെ പോകണ അവൻ എന്ത് തെറ്റുപറ്റണ്? ഇത് കൃത്യമായിട്ട്
പ്ലാനോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവൻ ആ ജോലി ചെയ്തു, നേരം പോയി. ഇതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇതിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ഇനി തീരുമാനിക്കുന്ന ജനങ്ങളാണ്, അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റാണ്. ഇങ്ങനെ ഒരു കോഴ വാങ്ങിയിട്ട് ജയിച്ചിട്ട് ഈ സീറ്റിലിരിക്കുന്നത് വലിയ സുഖമുള്ളതല്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കി രാജിവെക്കുക. ജനങ്ങൾ തീരുമാനിക്കട്ടെ. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ ഒത്തുതീർപ്പ്. BJP പിന്തുണയോടെ ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് രാജിവെക്കും. തെറ്റുതിരുത്തുന്നത് നല്ല കാര്യമെന്നായിരുന്നു DCC നേതൃത്വത്തിന്റെ പ്രതികരണം. സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായ മറ്റത്തൂരിൽ കോൺഗ്രസ് വിമതർ അനുനയത്തിന് തയ്യാറായിരിക്കുകയാണ്. BJP പിന്തുണയോടെ ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് രാജിവെക്കാനാണ് തീരുമാനം. പ്രസിഡന്റായി സ്വതന്ത്രയായി വിജയിച്ച ടെസി ജോസിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് നിയന്ത്രണമില്ലെന്നാണ് നിലപാട്. പാർട്ടി നിർദ്ദേശിക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്ന് DCC ജനറൽ സെക്രട്ടറിയായിരുന്ന TM ചന്ദ്രൻ പ്രതികരിച്ചു. സ്വാഭാവികമായി ഞങ്ങളുമായി ചർച്ച നടത്തി എന്നുള്ളത് മാത്രമാണ് എനിക്കറിയാവുന്ന കാര്യം. ഒരു രീതിയിലുള്ള തീരുമാനവും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. KPCC എടുക്കുന്ന തീരുമാനം ഞങ്ങൾ അനുസരിക്കും എന്നുള്ളത് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് നമ്മുടെ DCC പ്രസിഡന്റ് അല്ലേ. സ്വാഭാവികമായും അദ്ദേഹവുമായി ഏറ്റുമുട്ടേണ്ട ഒരു ആവശ്യം എനിക്കില്ല. DCC പ്രസിഡന്റ് പറയുന്നതും KPCC പ്രസിഡന്റ് പറയുന്നതും ഒക്കെ പാർട്ടി തീരുമാനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആ തീരുമാനങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിനെക്കുറിച്ച് എനിക്കിപ്പോഴൊന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മളോട് പാർട്ടി പറയാത്ത ഒരു കാര്യത്തെപ്പറ്റി പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല. പാർട്ടി എന്താണോ പറയുന്നത് അനുസരിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇന്ന അക്കമിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന് ഞാനോട് പറഞ്ഞിട്ടില്ല. അതെങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനും കഴിയില്ല. മറ്റത്തൂർ വിഷയം അവസാനിച്ചുവെന്നും തെറ്റുതിരുത്തുന്നത് നല്ല കാര്യമെന്നും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടാൻ പാടില്ല. തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയണം. തെറ്റുതിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി നയമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ അവിടെ തെറ്റുപറ്റിയത് ആർക്കാ? അംഗങ്ങൾക്കാണ്. അത് റെക്ടിഫൈ ചെയ്യണം. ജനങ്ങളോട് വിളിച്ചു പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, പാർട്ടിയോട് ഏറ്റുപറയണം. എന്നാലല്ലേ, അതല്ലേ ഒരു പാർട്ടി സംവിധാനം. കൂടണയാം കോൺഗ്രസിലേക്ക്. തെറ്റുതിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി ലൈൻ. TCV ന്യൂസ്, തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്. ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി. സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയെ സമഗ്ര വികസിത ജില്ലയായി രൂപപ്പെടുത്തുകയാണ് പ്രാഥമിക കർത്തവ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മേരി തോമസ്. മുൻ ഭരണസമിതി ആസൂത്രണം ചെയ്ത പദ്ധതികൾ 2 മാസം കൊണ്ട് പരമാവധി പ്രാവർത്തികമാക്കും. തുടർന്ന് കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനം, വന്യജീവി ശല്യം, യുവജന കർഷക ഗ്രൂപ്പുകൾ, കർഷകർക്ക് പരിശീലനം, കാർഷിക മേഖലയിൽ പുതിയ സംവിധാനങ്ങൾ, മൃഗസംരക്ഷണം എന്നീ വിഷയങ്ങളിൽ കാര്യക്ഷമമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കും. തെരുവുനായ ശല്യം പരിഹരിക്കാനായി ABC കേന്ദ്രങ്ങൾ കാര്യക്ഷമമാക്കും വിധത്തിലുള്ള വിപുലമായ പദ്ധതി തയ്യാറാക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, വയോജനക്ഷേമം, മത്സ്യമേഖല, ഭിന്നശേഷി കുട്ടികളുടെ പുനരധിവാസം തുടങ്ങിയവ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, നിർധന വൃക്കരോഗികൾക്ക് ആവശ്യമായ കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി, ജില്ലയിലെ ടൂറിസം പദ്ധതികളുടെ വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധയൂന്നും.
നെടുപുഴ വനിതാ പോളിടെക്നിക് കോളേജ് പരിസരത്ത് സ്ത്രീകൾക്കായി ഹോസ്റ്റൽ നിർമ്മിക്കാനുള്ള പദ്ധതി അടുത്ത സാമ്പത്തിക വർഷം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്നും മേരി തോമസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് നിലവിലെ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻഗണന നൽകുമെന്നും ഭിന്നശേഷി സൗഹൃദ ജില്ലയായി തൃശൂരിനെ മാറ്റുമെന്നും വൈസ് പ്രസിഡന്റ് ടി.കെ. സുധീഷ് പറഞ്ഞു. പ്രസ് ക്ലബ്ബ് ഭാരവാഹികളായ ടി.എസ്. നീലാംബരൻ, ജിജോ ജോൺ, കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. ഗുരുവായൂരിൽ വൺ വേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. വട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. മഞ്ജുളാൽ ജംഗ്ഷനിൽ ശനിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനം കഴിഞ്ഞ് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ് മേൽപ്പാലമിറങ്ങി ഇടത്തോട്ട് തിരിയുന്നതിന് പകരം വലത്തോട്ട് തിരിയുകയായിരുന്നു. ഇടത്തോട്ട് തിരിയാൻ ഹരീഷ് നിർദ്ദേശം നൽകിയെങ്കിലും ബസ് മുന്നോട്ടെടുത്തു. ഹരീഷ് പുറകെ എത്തി കൈകൊണ്ട് ബസ്സിലടിച്ചു. ബസിന്റെ ഇടതുഭാഗത്തുള്ള ക്വാർട്ടർ ഗ്ലാസ് പൊട്ടി ഹരീഷിന്റെ കൈക്ക് പരിക്കേറ്റു. ഇതേ തുടർന്ന് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ തമിഴ്നാട് സ്വദേശികളും ബസ് ജീവനക്കാരും ഹരീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ ഹരീഷിനെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ബസ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 16ാമത് രാജ്യാന്തര നാടകോത്സവത്തിന് ഈ മാസം 25-ന് തൃശൂരിൽ തുടക്കമാകും. 8 ദിവസങ്ങളിലായി 23 നാടകങ്ങളുടെ 46 പ്രദർശനങ്ങൾ അരങ്ങിലെത്തും. ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ഇറ്റ്ഫോക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജനുവരി 25-ന് വൈകിട്ട് സംഗീത നാടക അക്കാദമി അങ്കണത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇറ്റ്ഫോക്ക് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ, ഗുജറാത്തി സിനിമാ സംവിധായകനും നാടകകൃത്തും നടനുമായ ദക്ഷിൺ ബജ്രംഗ് ചാര തുടങ്ങിയവർ പങ്കെടുക്കും. അന്തർദേശീയ ദേശീയ തലങ്ങളിൽ നിന്നും 9 വീതം നാടകങ്ങളും 5 മലയാള നാടകങ്ങളുമാണ് ഇറ്റ്ഫോക്കിൽ അരങ്ങിലെത്തുക. 7 വേദികളിലായാണ് പ്രദർശനങ്ങൾ. സെമിനാർ, ചർച്ച, സംവാദം, സിനിമകളുടെ പ്രദർശനം, കലാപരിപാടികൾ എന്നിവയും ഇറ്റ്ഫോക്കിന്റെ ഭാഗമായി നടക്കും. നാടകങ്ങൾ കാണാനുള്ള ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ജനുവരി 5-ന് ഉച്ചയ്ക്ക് 12-ന് ആരംഭിക്കും. 90 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഒരാൾക്ക് ഒരു നാടകത്തിന്റെ 2 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. അതത് ദിവസം അക്കാദമി അങ്കണത്തിൽ സജ്ജമാക്കുന്ന കൗണ്ടറിൽ നിന്നും നേരിട്ട് ടിക്കറ്റ് വാങ്ങാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് പിള്ള, അക്കാദമി പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ജലീൽ T. കുന്നത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. പാണഞ്ചേരി പഞ്ചായത്തിലെ പീച്ചി, മഞ്ഞക്കുന്ന്, ചീനിക്കടവ്, ചെന്നായിപ്പാറ, കണ്ണാറ, പട്ടിക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശക്തമായ മുഴക്കവും ഭൂചലനവും അനുഭവപ്പെട്ടത്. കഴിഞ്ഞ മാസവും പ്രദേശത്ത് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കല്ലൂർ ഭാരതിയിൽ വൻ കഞ്ചാവ് വേട്ട. ഇറിഗേഷൻ കനാലിനോട് ചേർന്നുള്ള പുറമ്പോക്കിൽ ചാക്കുകളിൽ സൂക്ഷിച്ച 7 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജുവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. 4 പൊതികളിലായി ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ ആഡംബര ബൈക്ക് മോഷ്ടിച്ചു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് റോഡിൽ ഫ്ലൈ ക്രിയേറ്റീവ് ട്രാവൽസിന് മുന്നിൽ നിർത്തിയിരുന്ന ബൈക്കാണ് മോഷ്ടിച്ചത്. ക്രിയേറ്റീവ് ട്രാവൽസിലെ ജീവനക്കാരൻ മലപ്പുറം സ്വദേശി ജിതിൻ നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയ സമയത്ത് സ്ഥാപനത്തിന് മുന്നിൽ വെച്ച ബൈക്കാണ് മോഷണം പോയത്. 2 ബൈക്കുകളിലായി 4 പേർ എത്തുന്നതും അതിലൊരാൾ ബൈക്ക് മോഷ്ടിച്ച് കൊണ്ടുപോകുന്നതുമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി PA പ്രദീപാണ് ആനയെ നടയിരുത്തിയത്. ദേവസ്വം കൊമ്പൻ ബൽറാമിനെയാണ് നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. ശീവേലിക്ക് ശേഷം നടന്ന ചടങ്ങിന് മേൽശാന്തി മൂർത്തിയിടത്തുമന സുധാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ജീവദാനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ എന്നിവർ സന്നിഹിതരായിരുന്നു. പതിവ് തെറ്റിയില്ല. ധനുമാസത്തിലെ തിരുവാതിരയെ വരവേൽക്കാൻ ചോഴിയെത്തി. തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലും പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുമാണ് വ്യാപകമായി ചോഴി കളിച്ചു വരുന്നത്.
ശിവന്റെ ഭൂതഗണങ്ങളായി വേഷം കെട്ടിയ കുട്ടികളും മുത്തിയമ്മ, പട്ടർ, ചിത്രഗുപ്തൻ, കാലൻ എന്നിവരായി വേഷമിട്ട മുതിർന്നവരും ചെണ്ടക്കാർ, കൊമ്പുകാർ എന്നിവരുമാണ് ചോഴികളിയിലെ പങ്കാളികൾ. ഉണങ്ങിയ വാഴയില ദേഹത്ത് മുഴുവനായി കെട്ടിയാണ് ചോഴി കളിക്കുന്നത്. മുത്തിയമ്മ കുട്ടികളുടെ നടുക്കുനിന്ന് തമാശ കലർന്ന പാട്ടുകൾ ആലപിക്കും. കുട്ടികൾ അതിനനുസരിച്ച് താളം പിടിക്കും. കാലനും ചിത്രഗുപ്തനും ഉച്ചത്തിൽ അലറി വിളിച്ച് രംഗത്ത് പ്രവേശിക്കും. അഭിനേതാക്കൾ വീടുവീടാന്തരം കയറിയിറങ്ങി നൃത്തം ചെയ്ത് കളിയിൽ അണിനിരക്കും. വള്ളുവനാടൻ പ്രദേശങ്ങളിൽ വീട്ടുമുറ്റങ്ങളിൽ മനോഹരമായി മൺതിട്ടകൾ വെച്ച് ചാണകം മെഴുകിയാണ് തിരുവാതിരയെ വരവേറ്റത്. പയറും ചേരുവകളായ പുഴുക്കും കൂവപ്പായസവുമാണ് തിരുവാതിരയിലെ പ്രധാന വിഭവങ്ങൾ. കാലം എത്ര മാറിയാലും പുതിയ തലമുറയും ഈ വിശ്വാസങ്ങൾ പാലിച്ചു വരുന്നു. TCV ന്യൂസ്, തിരുവില്ലാമല. ഭിന്നശേഷി സമൂഹത്തിന്റെ ശാക്തീകരണവും സാമൂഹിക ഉൾച്ചേർക്കലും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി സർഗോത്സവത്തിന്റെ ലോഗോ തൃശൂരിൽ പ്രകാശനം ചെയ്തു. മന്ത്രി ആർ ബിന്ദു പ്രകാശനം നിർവഹിച്ചു. സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറന്റ് എന്ന പേരിൽ ഈ മാസം 19 മുതൽ 21 വരെ തിരുവനന്തപുരത്താണ് സർഗോത്സവം അരങ്ങേറുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ വീട് കയറി ആക്രമിക്കുകയും വീടിന്റെ ജനൽച്ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുവത്താനി സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ ബോണിയെയാണ് അറസ്റ്റ് ചെയ്തത്. ചെറുവത്താനി ആര്യമ്പാടം സ്വദേശി സത്യദേവനെയാണ് പ്രതിയെ ആക്രമിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിവേദ്യ പ്രസാദങ്ങൾ വിതരണം ചെയ്തു വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിവാക്കുന്നതിന് നടപടി തുടങ്ങി. പാൽപ്പായസം പുതിയ പേപ്പർ കോമ്പസിറ്റ് ക്യാനുകളിൽ നൽകും. ഇതിനുള്ള ഉപകരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ചൂടുള്ള പാൽപ്പായസം പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾക്ക് പകരം ശീതീകരിച്ച് 60 ഡിഗ്രി വരെ തണുപ്പിച്ച ശേഷം നേർത്ത അലുമിനിയം പേപ്പർ ക്യാനുകളിൽ എത്തിച്ചു നൽകുന്ന സംവിധാനമാണിത്. നേരത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലായിരുന്നു ചൂടുള്ള പാൽപ്പായസം വിതരണം ചെയ്തിരുന്നത്. യേശുവിന്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള മുഹൂർത്തങ്ങളുടെ ചിത്രപ്രദർശനം ദൈവപുത്രൻ ശ്രദ്ധേയമായി. മതിലകം സെന്റ് ജോസഫ് സിറിയൻ ദേവാലയം പാരിഷ് ഹാളിലാണ് ഇരട്ട സഹോദരികളായ ആൻലിറ്റ് എന്നിവർ ചിത്രപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. കുഞ്ഞുനാൾ മുതൽ ചിത്രകലയെ ധ്യാനിക്കുകയും പ്രതിഭയുടെ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്ത ഇരട്ട സഹോദരിമാരാണ് ബൈബിളിലൂടെ വരയുടെ ഭാവനാപൂർണമായ സഞ്ചാരം നടത്തുന്നത്. ബൈബിളിലെ സവിശേഷ മുഹൂർത്തങ്ങളെ ഓരോ വിശ്വാസിയുടെയും ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ഇരുവരും. ബൈബിൾ അധിഷ്ഠിത ചിത്രങ്ങളോടൊപ്പം പ്രകൃതിയുടെ വിവിധ ദൃശ്യങ്ങളുടെ ക്യാൻവാസ് രചനകളും ഉൾപ്പെടുന്ന പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. മതിലകം പുന്നയ്ക്ക ബസാർ സ്വദേശി കാക്കശ്ശേരി സന്തോഷ് മെൽഫിൻ ദമ്പതികളുടെ മക്കളായ ഇരുവരും ഇതിനകം നിരവധി അംഗീകാരങ്ങൾ നേടി. കേരള ലളിതകലാ അക്കാദമി സമ്മാനങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് എലിസബത്ത് രാജ്ഞിയുടെ പ്രശംസയ്ക്കും അർഹരായി. വാട്ടർ കളർ, അക്രിലിക്, ഓയിൽ എന്നീ മീഡിയകളിലൂടെയാണ് രചനകളിലേറെയും. ഞങ്ങളും ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ഡ്രോയിങ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ദൈവത്തിൻ്റെ ജനനം തുടങ്ങി ഉദ്ധാനം വരെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചിത്ര പ്രദർശനത്തിന് വേണ്ടി. ഞങ്ങളെല്ലാ പെയിൻറ്റിങ്ങും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആക്രിലിക്കാണ്. പിന്നെ 2 പിക്ചേഴ്സ് മാത്രമാണ് വാട്ടർ കളർ ചെയ്തിട്ടുള്ളൂ. ഇതിന് ഞങ്ങൾ ഒരു 3-4 ഡേയ്സ് ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 30 ഡ്രോയിങ്സാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. 30ഓളം ചിത്രങ്ങളാണ് ദൈവപുത്രൻ എന്ന പ്രദർശനത്തിലുള്ളത്. ഇരിങ്ങാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഫാദർ അരുൺ തെക്കിനേത്ത്, ആർട്ടിസ്റ്റ് നന്ദകുമാർ പായമൽ എന്നിവർ മുഖ്യാതിഥികളായി. TCV ന്യൂസ്, കയ്പമംഗലം. അപകടകരമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിലാണ് രാജ്യം ഇന്ന് എത്തി നിൽക്കുന്നതെന്ന് മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു.
തപാൽ RMS ജീവനക്കാരുടെ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് സംസ്ഥാന ഏകോപന സമിതി ചെയർമാൻ P. കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ യൂണിയൻ നേതാക്കളായ PU ഗഡ്സെ, RP സാരംഗ്, മുക്താർ അഹമ്മദ്, SS മഹാദേവയ്യ, PK മുരളീധരൻ, CC പിള്ള, P. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ഒരു രാജ്യത്തോടെ അതുള്ളൂ, നമ്മുടെ രാജ്യത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. സന്തുലനത്തിലൂടെയാണ്, പ്രകൃതിയിലെ വൈവിധ്യമാണ്. രാമവർമ്മ അപ്പൻ തമ്പുരാന്റെ പൗത്രപുത്രനായ A. സന്തോഷ് കുമാറിന്റെ ആദ്യ ചെറുകഥാ സമാഹാരം എഴുതാക്കഥ തൃശൂരിൽ പ്രകാശനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറവും സാഹിതി സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായി സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നോവലിസ്റ്റ് K. രഘുനാഥൻ പുസ്തകം പ്രകാശനം ചെയ്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് ഏറ്റുവാങ്ങി. എഴുത്തുകാരൻ K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നിരൂപകൻ I. ഷൺമുഖദാസ് മുഖ്യാതിഥിയായി. എഴുത്തുകാരായ ഡോക്ടർ ആനന്ദൻ, അപർണ ബാലകൃഷ്ണൻ, പ്രഭാഷകൻ P. വിനോദ്, രേണുക മാധവൻ, കേണൽ പ്രതാപചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണലൂരിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മണലൂർ കാർഗിൽ നഗറിൽ 79 വയസ്സുള്ള ചിറ്റിലപ്പള്ളി തോമസ് ആണ് മരിച്ചത്. ഡിസംബർ 29 മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിക്ക് മുൻവശത്തുള്ള റോഡിൽ വെച്ചായിരുന്നു അപകടം. പള്ളിയിലേക്ക് നടന്നു പോകുന്നതിനിടെ ബൈക്കിടിക്കുകയായിരുന്നു. ആദ്യകാലത്ത് തന്നെ സഹായിച്ച നാട്ടുകാരനായ മുരളിയെ പതിറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിലാണ് പ്രമുഖ വ്യവസായി ഗൾഫാർ മുഹമ്മദ് അലി. തളിക്കുളത്തെ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസാണ് മുരളിയെ കണ്ടെത്തി ഡോക്ടർ മുഹമ്മദ് അലിയുടെ അടുത്തേക്ക് എത്തിച്ചത്. ജീവകാരുണ്യ പ്രവർത്തകരായ അബ്ദുൾ അസീസിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നസീർ പുന്നീർകുളം എഴുതിയ ഓർമ്മകളുടെ തോരാമഴയിൽ നിന്ന് എന്ന പുസ്തകത്തിന്റെ പ്രകാശന വേദിയിലായിരുന്നു സ്മരണകൾ ഇരമ്പിയ സമാഗമം. തൃപ്രയാർ പോളിടെക്നിക്കിലെ പഠനത്തിന് ശേഷം 1967 ഇന്ത്യൻ അർദ്ധസൈനിക വിഭാഗമായ ഗ്രിഫിലേക്ക് ജോലി തേടി പോകുമ്പോൾ ഡൽഹിയിൽ മുഹമ്മദ് അലിയെ ട്രെയിൻ മാറിക്കയറാൻ സഹായിച്ചയാളാണ് തളിക്കുളംകാരനായ മുരളി. ആ യാത്രയ്ക്ക് ശേഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും മുഹമ്മദ് അലി മുരളിയെ കണ്ടിട്ടില്ല. അന്ന് റൂർക്കിയിലേക്കുള്ള യാത്ര മുഹമ്മദ് അലിയുടെ ജീവിതത്തിലെ ആദ്യ ട്രെയിൻ യാത്രയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയാണ് ഡൽഹിയിൽ മുരളിക്ക് കത്തയച്ച് മകനെ ട്രെയിൻ മാറിക്കയറാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ആദ്യമായി ഡൽഹിയിൽ സഹായത്തിനെത്തിയ തളിക്കുളത്തുകാരനെ ഓർക്കാറുണ്ടെങ്കിലും നേരിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി തോന്നിയ ദിനമാണിതെന്ന് മുരളിയെ പൊന്നാടി അണിയിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മുഹമ്മദ് അലി പറഞ്ഞു. പുസ്തക പ്രകാശന ചടങ്ങിൽ എടശ്ശേരി CSM സ്കൂൾ മാനേജർ PK ഹൈദരാബാദി, മുഹമ്മദ് അലിയുടെ ഭാര്യ റസിയ, നാട്ടുകാരായ ഹൈദരലി, അബ്ദുൾ അസീസ്, സഹപാഠി കേണൽ റപ്പായി എന്നിവരും സംബന്ധിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. തിരുവല്ലോമലയിൽ ബാറിലുണ്ടായ സംഘർഷത്തിൽ 3 യുവാക്കൾ പിടിയിൽ. ഗിരീഷ്, റിൻഡോ ജോസഫ്, എബിർ എബ്രഹാം എന്നിവരാണ് അറസ്റ്റിലായത്. ബാറിൽ മുൻപ് സൂപ്പർവൈസറായിരുന്ന ഗിരീഷ് ബാറിലെ ഒരു ജീവനക്കാരനുമായി ആരംഭിച്ച തർക്കം പിന്നീട് കയ്യാങ്കളിയിലെത്തുകയും അടിപിടിയിൽ കലാശിക്കുകയുമായിരുന്നു. സംഘർഷത്തിൽ ബാർ ജീവനക്കാരന്റെ താടിയിലിനും കാലിന്റെ എല്ലിനും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ബാറിലെ ഉപകരണങ്ങൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പഴയന്നൂർ പോലീസ് പ്രതികളെ സംഭവ സ്ഥലത്തുനിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആളൂർ കൊറ്റനല്ലൂർ തുമ്പൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ ആക്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. താഴേക്കാട് കൊമ്പിടി പുല്ലൂർ വീട്ടിൽ അനിക്കുട്ടൻ എന്ന് വിളിക്കുന്ന അനിൽകുമാർ, താഴേക്കാട് കൊമ്പിടി പുതൂർ വീട്ടിൽ സുട്ടൻ എന്ന് വിളിക്കുന്ന വസന്തൻ, പുത്തൻചിറ പടുത്തുരുത്തി വീട്ടിൽ വിമോജ് എന്നിവരാണ് പിടിയിലായത്. ബാലഗോകുലം സുവർണ ജയന്തിയോടനുബന്ധിച്ച് കന്യാകുമാരിയിൽ നിന്ന് ഗോകർണം വരെ നടത്തുന്ന സുവർണ ജയന്തി കലായാത്രയുടെ ഭാഗമായി തൃശൂർ മഹാനഗരം സംഘടിപ്പിച്ച കലായാത്ര കോർപ്പറേഷൻ ഓഫീസിനു മുന്നിൽ സമാപിച്ചു. സമാപന സമ്മേളനം രാംലല്ല ഫെയിം പ്രണയ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഗോകുലം ജില്ലാ അധ്യക്ഷൻ VN ഹരി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോപകുമാർ സന്ദേശം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ.
MG Road, Thrissur, near bus stand, Tripprayar. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ വിവാദം. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജൻ. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ ഒത്തുതീർപ്പ്. BJP പിന്തുണയോടെ ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് രാജിവെക്കും. തെറ്റുതിരുത്തി വരുന്നവരെ പാർട്ടി സ്വീകരിക്കുമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജൻ. തൃശൂരിനെ സമഗ്ര വികസിത ജില്ലയായി രൂപപ്പെടുത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്. മുൻ ഭരണസമിതി ആസൂത്രണം ചെയ്ത പദ്ധതികൾ 2 മാസം കൊണ്ട് പ്രാവർത്തികമാക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഭിന്നശേഷി സൗഹൃദ ജില്ലയായി തൃശൂരിനെ മാറ്റുമെന്ന് വൈസ് പ്രസിഡന്റ് TK സുധീഷ്. ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് മർദ്ദനം. വട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. 16ാമത് രാജ്യാന്തര നാടകോത്സവത്തിന് ഈ മാസം 25-ന് തൃശൂരിൽ തുടക്കമാകും. 8 ദിവസങ്ങളിലായി 23 നാടകങ്ങൾ അരങ്ങേറും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.